നമ്മള് ഓറിയന്റേഷൻ സെഷൻസിലെ തേർഡ് സെഷൻ ആയിട്ടുള്ള സിലബസ് റെക്കോർഡിംഗ് സെഷനിലാണ് ഇപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ 2 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് വൺ സേ ഹെലോ ടു നമ്മുടെ ഇന്ററാക്റ്റീവ് സെഷൻ, ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് വോക്ക് വിത്ത് ഇഗ്നോ. നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും നമുക്ക് അത്യാവശ്യം വേണ്ട വെബ്സൈറ്റുകളെ കുറിച്ചും അങ്ങനെയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടു അറിഞ്ഞു അല്ലെ. സോ ഇനി തേർഡ് സെഷൻ അതായത് സിലബസ് ഡീകോഡിംഗ്, ലേൺ വിത്ത് ലേൺ വൈസ് സിലബസ് ഡീകോഡിംഗ്, നമ്മുടെ MA ഇംഗ്ലീഷ് 2 വർഷത്തേക്ക് ഉള്ള സിലബസും കാര്യങ്ങളും, സോറി ഫസ്റ്റ് ഇയറിന്റെ സിലബസും കാര്യങ്ങളും ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏതൊക്കെ സബ്ജക്ട് പഠിക്കുന്നു, എന്തൊക്കെ കണ്ടന്റ്സ് ആണ് സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറയാൻ പോകുന്നത്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമുക്ക് കോഴ്സ് കംപ്ലീഷൻ ഡീറ്റെയിൽസും അതേപോലെ നമ്മുടെ ഇവാലുവേഷൻ, ഫീ സ്ട്രക്ചർ, അസൈൻമെന്റ്സ്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുവാണ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം. ആൻഡ് യെസ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ സിലബസിലേക്ക് സിലബസ് പരിചയപ്പെടുത്താം. അത് ഞാനായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഐ ബി ഡീലിംഗ് വിത്ത് ദ സിലബസ് ആൻഡ് കോഴ്സ് കംപ്ലീഷൻ, ഇവാലുവേഷൻ റിലേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാവ്യ മാം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? സോ യെസ്, MA ഇംഗ്ലീഷ് MEG അതാണ് നമ്മുടെ പ്രോഗ്രാം കോഡ്. MA ഇംഗ്ലീഷിന്റെ പ്രോഗ്രാം കോഡ് വരുന്നത് MEG എന്നാണ്. ഓർത്ത് വയ്ക്കുക. നമ്മുടെ സബ്ജക്ട്സിനും ഒക്കെ നമുക്ക് സബ്ജക്ട് കോഡിന്റെ ഒക്കെ മുന്നിൽ നമുക്ക് MEG എന്ന് കാണാൻ പറ്റൂ അല്ലെ. സോ വാട്ട് ഇസ് ഇറ്റ്? നമ്മുടെ പ്രോഗ്രാം കോഡ് ആണ് MEG എന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ ഇൻസൈഡ് ആൻഡ് ഔട്ട് നമ്മുടെ ഹോൾ സിലബസും അതേപോലെ തന്നെ കോഴ്സ് കംപ്ലീഷനും രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ഒരു പ്രസന്റേഷനിൽ 4 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള്. പിന്നെ സെക്കൻഡ് ടോപ്പിക് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോഴ്സ് ഓവർ 2 ഇയേഴ്സ്, 2 വർഷത്തേക്ക് എങ്ങനെയൊക്കെയാണ് കോഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ്. ആൻഡ് ടോപ്പിക് നമ്പർ 3 വരുന്നത് സിലബസ് ഓവർവ്യൂ ആൻഡ് അനാലിസിസ്. ദെൻ ടോപ്പിക് നമ്പർ 4 വരുന്നത് കോഴ്സ് കംപ്ലീഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So yeah, let's learn more about our course MA English MEG. Okay, so basic ആയിട്ട് നമ്മളെ കോഴ്സിനെ പറ്റി അറിയാനുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ MA ഇംഗ്ലീഷ് MEG കോഴ്സ് വരുന്നത് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിന്റെ അണ്ടറിലാണ്. ഓക്കെ, പ്രോഗ്രാം കോഡ് വരുന്നത് MEG ആണ് നമ്മുടെ പ്രോഗ്രാം കോഡ്. സോ അത് ഓർത്ത് വെക്കണം നമ്മൾ എപ്പോഴും. ആൻഡ് ഓരോ കോഴ്സും, അതായത് ഓരോ കോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഓരോ സബ്ജക്റ്റുകൾ, ഓക്കെ, ഓരോ പേപ്പേഴ്സ് നമുക്ക് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ചാപ്റ്റേഴ്സിനും മൊഡ്യൂളിനും പകരം നമ്മൾ ഇവിടെ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് എന്നാണ് പറയുക. ഓക്കെ, പിന്നെ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ഇവിടെ ക്രെഡിറ്റ് സിസ്റ്റം ബേസിസിലാണ്. സ്റ്റഡി ഹവേഴ്സും മാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഈ ഒരു ക്രെഡിറ്റ് സിസ്റ്റം ബേസിസിലാണ് വരുന്നത്. അതായത് ഓരോ സബ്ജക്റ്റിനും ഈ ഒരു ക്രെഡിറ്റ് പോയിന്റിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ വെയിറ്റേജ്, മാർക്കിന് ഉള്ള വെയിറ്റ്, എക്സാമിന് മാർക്കിന്റെ വെയിറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ 1 ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 30 hours ഓഫ് സ്റ്റഡി ഈക്വൽ ആണ്. അതായത് ഒരു ക്രെഡിറ്റ് പോയിന്റ് ഉള്ള സബ്ജക്ട് നമ്മൾ 30 മണിക്കൂർ ചെലവഴിച്ചിട്ട് വേണം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ദെൻ പ്രോഗ്രാം ഇസ് ഓഫ് 2 years ഓഫ് ഡ്യൂറേഷൻ. നിങ്ങൾക്ക് 2 വർഷത്തെ ഈ MA മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ. അതായത് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം എക്സാംസ് കറക്റ്റ് സമയങ്ങളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. മീൻസ് ഈ ഒരു 4 വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു പേപ്പേഴ്സ് എല്ലാം തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇഗ്നോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് ന്യൂഡൽഹിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇഗ്നോ യൂണിവേഴ്സിറ്റി വേൾഡിൽ തന്നെ നമ്പർ 1 ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആണ്. അതുപോലെ തന്നെ നമുക്ക് റീജിയണൽ സെന്റേഴ്സ് ആയിട്ട് 67ഓളം റീജിയണൽ സെന്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. 2000+ സ്റ്റഡി സെന്റേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും സ്റ്റഡി സെന്റേഴ്സും റീജിയണൽ സെന്റേഴ്സും ഒക്കെ എന്താണെന്നുള്ളത് അല്ലെ. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു കോളേജ് നമ്മുടെ സ്റ്റഡി സെന്റർ ആയിട്ട് സെലക്ട് ചെയ്യും. നമ്മുടെ പ്രൈമറി കോൺടാക്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റഡി സെന്റേഴ്സ് ആയിരിക്കും അല്ലെ.
So yeah, next വരുന്നത് distribution of courses over 2 years. ഇപ്പൊ 2 വർഷത്തേക്ക് കോഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓരോ ഇയറിലും നാല് സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ 8 സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ 8 കോഴ്സസ്. അപ്പോ അതിൽ കോർ സബ്ജക്റ്റുകൾ വരുന്നത് 5 പേപ്പേഴ്സ് ആണ്, 5 സബ്ജക്റ്റുകളാണ്. ഓരോന്നിനും 8 ക്രെഡിറ്റ് പോയിന്റ് വീതമാണ് ഉണ്ടാവുക. അപ്പൊ ടോട്ടൽ ഈ 5 സബ്ജക്റ്റിന് 40 ക്രെഡിറ്റ്സ്. ഓക്കെ. ആൻഡ് എലക്ടീവ് കോഴ്സസ് വരുന്നത് 3 കോഴ്സാണ്, 3 സബ്ജക്റ്റുകളാണ്. അതിന് ഓരോന്നിനും 8 ക്രെഡിറ്റ് വീതം. സോ ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 24. ഓക്കെ. അപ്പൊ ഒരു ക്രെഡിറ്റിന് 30 hours ഓഫ് സ്റ്റഡി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 8 ക്രെഡിറ്റിനും അതേപോലെ തന്നെ 8 ക്രെഡിറ്റ് കോഴ്സിനൊക്കെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം സ്റ്റഡി ഹവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. ലാസ്റ്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. സോ ലിസ്റ്റ് ഓഫ് കോഴ്സസ് ഇൻ 2 years. 2 വർഷത്തേക്ക് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുക എന്നുള്ളതിന്റെ ലിസ്റ്റ് ആണ് ഈ കാണുന്നത്. ടോട്ടൽ നമുക്ക് 14 കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 8 എണ്ണമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. അപ്പോ ഈ 14 കോഴ്സസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്ട് എലക്റ്റീവ് ആയിട്ട് വരുന്നു. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റുകൾ എലക്റ്റീവ്സ് ആയിട്ട് വരുന്നു. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇയറിൽ നമുക്ക് കമ്പൽസറി പേപ്പർ ആയിട്ടുള്ളത് British poetry and drama, British poetry, British drama, British novel and literary criticism and theory. MEG 1, MEG 2, MEG 3 and MEG 5 ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്ട്സ്. ഓക്കെ. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് വരുന്ന പേപ്പർ ആണ് MEG 04, ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്. ഓരോ സബ്ജക്റ്റിനും 8 ക്രെഡിറ്റ് വീതമാണ് ഉണ്ടാവുക. സോ ടോട്ടൽ എന്താണ് നമുക്ക് കമ്പൽസറി പേപ്പറിനുള്ളത് ബ്രിട്ടീഷ് പോയട്രി, ബ്രിട്ടീഷ് ഡ്രാമ, ബ്രിട്ടീഷ് നോവൽ, 3 കമ്പൽസറി പേപ്പറിന് കൂടിയിട്ട് 32 ക്രെഡിറ്റ് പോയിന്റ് ആണ് ഉണ്ടാവുക. ഓക്കെ. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിൽ MEG 05 ലിറ്റററി ക്രിറ്റിസിസം ആണ് നമ്മുടെ കമ്പൽസറി പേപ്പർ വരുന്നത്. അതിന് 8 ക്രെഡിറ്റ് ആണ്, 8 ക്രെഡിറ്റ് പോയിന്റ് ആണ് വെയിറ്റേജ് വരുന്നത്. പിന്നെ ഈ കാണുന്ന ലിസ്റ്റുകളെല്ലാം തന്നെ MEG 06 അമേരിക്കൻ ലിറ്ററേച്ചർ, MEG 07 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, MEG 08 New Literatures in English, MEG 09 Australian Literature, MEG 10 English Studies in India, MEG 11 American Novel, MEG 12 A Survey Course in 20th Century Canadian Literature, MEG 14 Contemporary Indian Literature in English Translation, MEG 15 Comparative Literature, Theory and Practice, MEG 16 Indian Folk Literature. ഇത്രയും സബ്ജക്ട്സ് നിങ്ങൾക്ക് എലക്ടീവ് സബ്ജക്ട്സ് ആയിട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോ നമ്മുടെ ലേൺ വൈസിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ, സെക്കൻഡ് ഇയറിന്റെ രജിസ്ട്രേഷൻ സമയമാകുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ യു ക്യാൻ സെലക്ട് അപ്രോപ്രിയറ്റ്ലി. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കോഴ്സസ് ആണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും നിങ്ങൾ 3 എണ്ണം ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ. So moving on, syllabus overview and analysis. ടോട്ടൽ നമ്മുടെ സിലബസിലേക്ക്, നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ സിലബസിലേക്ക്, ഫസ്റ്റ് ഇയർ ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇയർ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതും അല്ലെ. സെമസ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും നമ്മള് സബ്ജക്റ്റുകളും അതേപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും ഒക്കെ സെമസ്റ്റർ വൈസ് ആയിട്ടായിരിക്കും മാർക്ക് വരുന്നുണ്ടാവുക. പക്ഷെ എന്താണ്, നമ്മൾ എക്സാം എഴുതുമ്പോൾ ഇയർ എൻഡിങ് ആയിട്ട്, അതായത് 2 സെമസ്റ്ററും കൂടി ഒരൊറ്റ എക്സാം ആയിട്ടാണ് നമ്മൾ എക്സാംസ് എഴുതുക. സോ ഫസ്റ്റ് പേപ്പർ MEG 01 ബ്രിട്ടീഷ് പോയട്രി. ബ്രിട്ടീഷ് പോയട്രിയിൽ ടോട്ടൽ 10 ബ്ലോക്കുകളാണുള്ളത്. ബ്ലോക്ക് 1 വരുന്നത് ഓറിയന്റേഷൻസ് ഫോർ ദ സ്റ്റഡി ഓഫ് പോയട്രി ആൻഡ് ദ മെഡീവൽ പോയറ്റ് ചോസർ. ബ്ലോക്ക് 2 വരുന്നത് ദ റിനൈസൻസ് പോയറ്റ് എഡ്മണ്ട് സ്പെൻസർ. ബ്ലോക്ക് 3 ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് John Donne, Herbert and Marvell. Block 4 the late Renaissance poet John Milton. Block 5 the neoclassical poets Dryden and Pope. Block 6 വരുന്നത് the romantic poets, poets 1 Blake, Wordsworth and Coleridge. Block 6 വരുന്നത് the romantic poets 2 Shelley and Keats. The Victorian Block 8 വരുന്നത് the Victorian poets. Block 9 വരുന്നത് the modernist poets W.B. Yeats and T.S. Eliot. Then block 10 modernist and postmodernist poets
Dylan Thomas, Philip Larkin, and Sylvia Plath, Symposium and Essays and Evaluations. ഇത്രയാണ് നമുക്ക് MEG 1-ലുള്ള ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ഇനി ഓരോ ബ്ലോക്കിലും എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഓക്കെ, ബ്ലോക്ക് 1-ല് ഓറിയന്റേഷൻസ് ഫോർ ദ സ്റ്റഡി ഓഫ് പോയട്രി ആൻഡ് ദ മെഡീവൽ പോയറ്റ് ചോസർ. ടോട്ടൽ നമുക്ക് വരുന്നത് 7 യൂണിറ്റുകളാണ്. യൂണിറ്റ് 1 വരുന്നത് ഫ്രം ദ ഇവാലുവേഷൻ ഓഫ് പോർട്രേറ്റ്സ് ടുവേർഡ്സ് എക്സ്പ്ലിക്കേഷൻ ഓഫ് പോംസ്. എല്ലാം ഒരു ഇൻട്രോ ടൈപ്പ് ആയിരിക്കും ഈ ഒരു ബ്ലോക്കിലെ യൂണിറ്റ്സ് എല്ലാം തന്നെ കേട്ടോ. യൂണിറ്റ് 2 എ പ്രില്യൂഡ് ടു ദ സ്റ്റഡി ഓഫ് പോയട്രി. യൂണിറ്റ് 3 ദ ഏജ് ഓഫ് ചോസർ. യൂണിറ്റ് 4 ചോസേഴ്സ് പോയട്രി എ ജനറൽ സർവേ. Unit 5 the general prologue to the Canterbury Tales. Unit 6 study of the Nun's Priest Tale 1. Unit 7 a study of the Nun's Priest Tale 2. ഇത്രയാണ് ബ്ലോക്ക് 1-ൽ വരുന്ന കണ്ടന്റ്സ്. Then ബ്ലോക്ക് 2-ല് the Renaissance poet Edmund Spenser. 4 യൂണിറ്റുകളാണ് ഈ ഒരു ബ്ലോക്കിൽ ഉള്ളത്. യൂണിറ്റ് 8 വരുന്നത് the Renaissance 2. Then Edmund Spenser, Spenser's Poetry 1, Spenser's Poetry 2. ഇത്രയാണ് ബ്ലോക്ക് 2-ൽ വരുന്നത്. 2 പോയട്രിയും ദെൻ എഡ്മണ്ട് സ്പെൻസർ എന്നുള്ള റൈറ്റർ, ദെൻ റിനൈസൻസ് പീരിയഡിലേക്കുള്ള ഒരു ഹിസ്റ്റോറിക്കൽ റെഫറൻസും. ദെൻ ബ്ലോക്ക് 3-ല് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ജോൺ ഡോൺ ആൻഡ് ഹെർബർട്ട്. ഇതിനകത്തും നമുക്ക് 5 യൂണിറ്റുകളാണ് ഉള്ളത്. പോയട്രി ആൻഡ് സൊസൈറ്റി ഇൻ ദ 17th century, പ്രീ റെസ്റ്റോറേഷൻ പീരിയഡ്. ദെൻ യൂണിറ്റ് 13 വരുന്നത് ജോൺ ഡോൺ, പോർട്രേറ്റ് ഓഫ് ദി മാൻ, his thematic and technical innovations and textual study of 4 love poems. Then Unit 14, John Donne, further explorations into poems of love and faith. Unit 15, George Herbert, a study of poems. Unit 16, Andrew Marvell, a study of his poems. ഇതിലൊക്കെ തന്നെയും നമുക്ക് പോയറ്റ്സിനെയും അവരുടെ പോയട്രി വർക്ക്സിനെ ആയിരിക്കും പഠിക്കാനുണ്ടാവുക ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. ആൻഡ് ബ്ലോക്ക് 4-ല് സ്റ്റഡിയിങ് മിൽട്ടൺ. ഇതിൽ വരുന്ന യൂണിറ്റുകൾ ദ ലേറ്റ് റിനൈസൻസ് പീരിയഡ്, ദെൻ മിൽട്ടന്റെ ലൈഫ് ആൻഡ് എക്സ്പീരിയൻസസ്, റൈറ്റിംഗ് കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ. ദെൻ എ സർവേ ഓഫ് മിൽട്ടൺസ് ലെസർ പോംസ് ആൻഡ് പ്രോസ്. ദെൻ ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി ആൻഡ് ലെസിഡസ്. ദെൻ എൽ അലെഗ്രോ, എൽ പെൻസറോസോ ആൻഡ് ദ സോണറ്റ്സ്. ഇത്രയാണ് ബ്ലോക്ക് 4-ൽ വരുന്നത് മിൽട്ടന്റെ വർക്ക്സ്. ദെൻ ബ്ലോക്ക് 5-ല് ദ നിയോ ക്ലാസിക്കൽ പോയറ്റ്സ് ഡ്രൈഡൻ ആൻഡ് പോപ്പ്. ഡ്രൈഡന്റെയും പോപ്പിന്റെയും വർക്ക്സും അതേപോലെ തന്നെ അവരുടെ ലിറ്റററി പീരിയഡും ആയിരിക്കും ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുണ്ടാവുക. ദി ഏജ് ഓഫ് ഡ്രൈഡൻ, ജോൺ ഡ്രൈഡൻ. യൂണിറ്റ് 24 വരുന്നത് മാക് ഫ്ലെക്നോ. യൂണിറ്റ് 25 പോപ്പ്, എ ബാക്ക്ഗ്രൗണ്ട് ടു ആൻ എപ്പിസ്റ്റൽ ടു ഡോക്ടർ Arbuthnot. And Unit 26 Pope, the study of an epistle to Dr. Arbuthnot. And next block 6 വരുന്നത് the romantic poets Blake, Wordsworth and Coleridge. ഇതിനകത്ത് നമുക്ക് 4 യൂണിറ്റുകൾ ആണ് ഉള്ളത്. Unit 27 Introduction to Romantic Poetry. Then Unit 28 William Blake. Unit 29 Wordsworth, The Prelude, Book 1, A Critical Analysis. Then Coleridge, Kubla Khan and A Dejection and Ode. റൊമാൻറ്റിക് പോയട്രികളാണ് ഈ ഒരു ബ്ലോക്കിൽ, 6th ബ്ലോക്കിൽ. വില്യം ബ്ലേക്കിന്റെയും വേർഡ്സ്വർത്തിന്റെയും കോളറിഡ്ജിന്റെയും പോംസ് ആണ്, വർക്ക്സ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ടാവുക. So yeah, next block 7, the second generation romantic poets Shelley and Keats. Yeah, Unit 31st വരുന്നത് the poet of volcanic hope P.B. Shelley. Then a study of the triumph of life. Then Keats in the Hyperion, a fragment 1. Then Keats in the Hyperion, a fragment 2. Then the Romantic Age, a review. The next block 8 വരുന്നത് the Victorian poets Browning, D.G. and Christina Rossetti and Oscar Wilde. ഇവരുടെ എല്ലാം പോയട്രി വർക്കുകളാണ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. The Victorian Age selected studies. Robert Browning, Life and Aspirations. Robert Browning, 2 early poems. 2 poems from Men and Women, 1855. Then The Pre-Raphaelite Brotherhood, Dante Gabriel Rossetti. Then Oscar Wilde, The Ballad of Reading Gaol. Next block 9, the Modernist Poets. അതിൽ വരുന്ന യൂണിറ്റ്സ് മോഡേൺ ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ, W.B. Yeats, ബാക്ക്ഗ്രൗണ്ട്, സിസ്റ്റം ആൻഡ് പോയറ്റിക് കരിയർ until. Then
The Eater poetry of WB is T.S. Eliot, The Wasteland 1, T.S. Eliot, The Wasteland 2, and T.S. Eliot, The Wasteland 3. Wasteland ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്ന വർക്ക് ഇതിനകത്ത് ഈ ഒരു ബ്ലോക്കിൽ. Then next block 10, some modernist and postmodernist poets, Dylan Thomas, Philip Larkin, and Sylvia Plath. Dylan Thomas's life and career introduction, then Philip Larkin and movement poetry, then Sylvia Plath and confessional poetry. Yes, and now what is poetry? Once again, a symposium, essays and evaluations. ഇത്രയാണ് 10th block. So that's all about British poetry. And next is MEG02, British drama. British drama വരുന്നത് 9 blocks ആണ്. First block വന്നിട്ട് ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ്. block 2 വരുന്നത് വില്യം ഷേക്സ്പിയറിന്റെ A Midsummer Night's Dream. Then block 3 വരുന്നത് ഹാംലെറ്റ്, വില്യം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ്. Then block 4 വരുന്നത് ബെൻ ജോൺസന്റെ The Alchemist. block 5 വരുന്നത് The Playboy of the Western World. And block 6 വരുന്നത് ബെർണാഡ് ഷോയുടെ Pygmalion. block 7 T.S. Eliotന്റെ Murder in the Cathedral. And block 8 look back in Anchor, Jonas Bond. Then block 9 വരുന്നത് Waiting for Godot, Samuel Beckett. ഇത്രയും ഡ്രാമാറ്റിക് വർക്ക്സ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ബ്ലോക്കും ഈ സെയിം വർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളായിരിക്കും. ഓക്കെ, ബ്ലോക്ക് 1 ക്രിസ്റ്റഫർ മാർലോ ഡോക്ടർ ഫോസ്റ്റേഴ്സ്. അതിൽ 6 യൂണിറ്റുകളാണ് ടോട്ടൽ ഉള്ളത്. ക്രിസ്റ്റഫർ മാർലോ ആൻഡ് എലിസബത്തൻ ഡ്രാമ. Unit 2 വരുന്നത് The Tragic Drama of Dr. Faustus. Then Unit 3, Irony and the Tragic Dilemma in Dr. Faustus. 4th unit, The Renaissance and the Reformation in Dr. Faustus. 5th unit, Dramatic Poetry in Dr. Faustus. And 6th unit, The Performance of Dr. Faustus. എല്ലാം ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്നുള്ള വർക്കിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള യൂണിറ്റ്സ് ആണ്. Then block 2 വില്യം ഷേക്സ്പിയർ A Midsummer Night's Dream. 5 യൂണിറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റിൽ ബാക്ക്ഗ്രൗണ്ട് പെർഫോമൻസ്. Then സെക്കൻഡ് യൂണിറ്റിൽ romantic comedy and the language of the play. Then third unit, A Midsummer Night's Dream 1. Fourth unit, A Midsummer Night's Dream 2. Random summary ആണ്. Then fifth unit The Mechanicals. Next, block 3 Hamlet, William Shakespeare and the Hamlet. First unit വരുന്നത് background or introduction ആയിരിക്കും. Then second unit, interpretations. Third unit, language of literature. Then fourth unit, Hamlet, other dimensions. Then fifth unit, the world as stage, wider perspective. Sixth unit, current critical approaches to Hamlet. And fourth block The Alchemist, Ben Jonson, The Alchemist. 5 യൂണിറ്റുകളാണ് ഇതിനകത്തുള്ളത്. First unit വരുന്നത് The Dramatic Career of Ben Jonson. Second unit, Johnsonian Comedy and The Alchemist. And third unit, The Structure of The Alchemist. Fourth unit, The Alchemist in Theatre. And fifth unit, Characterization and Language. Then block 5 The Playboy of the Western World. 5 യൂണിറ്റുകളാണ് ടോട്ടൽ ഉണ്ടാവുക. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ടു ദ Playboy. Then second unit, critical annotations to the Playboy. Then third unit, close analysis of the Playboy. And unit 4 വരുന്നത് The Playboy discussion. 5 Playboy discussion, critical analysis കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. So yeah, next block 6 ബെർണാഡ് ഷോ Pygmalion. 4 യൂണിറ്റുകളാണ് ഈ ഒരു ബ്ലോക്കിൽ ഉണ്ടാവുക. First unit വരുന്നത് background of English drama from the Restoration period to Bernard Shaw. Then second unit, Pygmalion, themes and issues. And third unit, dramatic structure and mingling of genres. Fourth unit, language and style. Next, block 7, T.S. Eliot, Murder in the Cathedral. ഇതിനകത്ത് 5 യൂണിറ്റ് ആണ് ടോട്ടൽ ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് എലിയറ്റിന്റെ essays and other works related to the play. Then second unit, background, production and performance history. Then third unit, critical approaches to play 1. Fourth unit, critical approaches to play 2. And fifth one, general comments and other reading. Next, block 8, Jonas Bond, look back in Anchor. 5 unit ആണ് ഇതിനകത്തുള്ളത്. First one, background to the play. Then second unit വരുന്നത് the characters. Third unit വരുന്നത് language and speech in look back in Anchor. And fourth unit വരുന്നത് critical approaches in look back in Anchor. And fifth unit Anchor and after the play's subsequent importance. ഇത് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്നാണ് വർക്കിന്റെ പേര്. നെക്സ്റ്റ് ബ്ലോക്ക് 9, വെയിറ്റിംഗ് ഫോർ ഗോദോ, സാമുവൽ ബെക്കറ്റിന്റെ
വെയിറ്റിംഗ് ഫോർ ഗോദോ. ഇതിനകത്തും 5 യൂണിറ്റുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് യൂണിറ്റ് വന്നിട്ട് വെയിറ്റിംഗ് ഫോർ ഗോദോ ആൻഡ് അവൻഗാർഡ് പ്ലേ, ആൻഡ് സെക്കൻഡ് യൂണിറ്റ് ഗോദോ ക്രിട്ടിക്കൽ അനാലിസിസ് 1, തേർഡ് യൂണിറ്റും ക്രിട്ടിക്കൽ അനാലിസിസ്, then fourth unit themes and issues, fifth unit themes and issues. Okay, so that's all about MEG 2, and next is MEG 3, British novel. ബ്രിട്ടീഷ് നോവലിലും നമുക്ക് 9 ബ്ലോക്സ് ആണ് പഠിക്കാനുള്ളത്. ഓരോ ബ്ലോക്കുകളും ഓരോ നോവലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നോവൽ, പിന്നെ അതിന്റെ സമ്മറി, അതിന്റെ തീംസ്, ദെൻ ക്രിട്ടിക്കൽ അനാലിസിസ്, ഒരു ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെയാണ് ഓരോ ബ്ലോക്കും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ബ്ലോക്ക് 1 ഹെൻറി ഫീൽഡിംഗ്, ടോം ജോൺസിന്റെ ടോം ജോൺസ്, ആൻഡ് ബ്ലോക്ക് 2 ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്, ആൻഡ് ബ്ലോക്ക് 3 വിതറിംഗ് ഹൈറ്റ്സ്, ദെൻ ബ്ലോക്ക് 4 Charles Dickens in The Great Expectations, then block 5 George Eliot Middlemarch, then block 6 Joseph Conrad in The Heart of Darkness, then block 7 James Joyce A Portrait of the Artist as a Young Man, then block 8 Edward Morgan Foster A Passage to India, block 9 പഠിക്കാനുള്ളത് Muriel Sprague in The Prime of Miss Jean Brodie. Okay, so block 1 വരുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് ടോട്ടൽ 8 യൂണിറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് some aspects of fiction, second unit as we first read Tom Jones, then third unit important thematic areas in Tom Jones, fourth unit characters as characterization, fifth unit artistic unity or socio-cultural concerns, then sixth unit feminist concerns in Fielding, and seventh unit some critical opinions on Tom Jones, and eighth unit narration in fiction and third world preferences. Second ബ്ലോക്കില് ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് എന്ന നോവൽ. ഇതിനകത്ത് 6 യൂണിറ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ദ നോവൽ ഇൻ ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്, സെക്കൻഡ് യൂണിറ്റ് മെയിൻ തീംസ് ഇൻ പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് 1, then third unit main themes in Pride and Prejudice 2, and fourth unit വരുന്നത് characters in the novel, fifth unit the narrative of Pride and Prejudice, then unit 6 critical perspectives, then block 3 Wuthering Heights. Wuthering Heights ആണ് വർക്ക് വരുന്നത്. 5 യൂണിറ്റ്സ് ആണ് ഈ ഒരു ബ്ലോക്കിൽ ഉണ്ടാവുക. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ടു വിതറിംഗ് ഹൈറ്റ്സ്, ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ദെൻ യൂണിറ്റ് 2 ദ പ്രോബ്ലം ഓഫ് നറേറ്റീവ്, then unit 3 gift of God, Heathcliff, then unit 4 you look like a lady now, significance of Catherine, unit 5 Wuthering Heights 150 years, then block 4 Charles Dickens in Great Expectations. ഇതിനകത്ത് നമുക്ക് 5 യൂണിറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട്, ഒരു ഇൻട്രോ ആയിരിക്കും ടു ദ വർക്ക് ആൻഡ് ചാൾസ് ഡിക്കൻസ് എന്നുള്ള ഓത്തറിന്. ദെൻ യൂണിറ്റ് 2 ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെന്റ്. ദെൻ തേർഡ് യൂണിറ്റ് വരുന്നത് ഇംപ്രൂവ്മെന്റ് ഓഫ് ഡിസിന്റഗ്രേഷൻ, ആൻഡ് ഫോർത്ത് യൂണിറ്റ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ദ ഫെയറി ടെയിൽ. ദെൻ ഫിഫ്ത് യൂണിറ്റില് ക്രൈം ആൻഡ് റെസ്പെക്ടബിലിറ്റി. ദെൻ ഫിഫ്ത് ബ്ലോക്കില് ജോർജ് എലിയറ്റിന്റെ മിഡിൽ മാർച്ച്. മിഡിൽ മാർച്ചിൽ 5 യൂണിറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് അപ്രോച്ചിങ് ദ നോവൽ, സെക്കൻഡ് യൂണിറ്റ് വരുന്നത് തീംസ്, ക്യാരക്ടേഴ്സ് ആൻഡ് ടെക്നിക്സ്, ദെൻ തേർഡ് യൂണിറ്റ് ഫിലോസഫിക്കൽ അണ്ടർപിന്നിംഗ്സ്, ഫോർത്ത് യൂണിറ്റ് എലിയറ്റ്സ് പെർസ്പെക്ടീവ്സ്, ആൻഡ് ഫിഫ്ത് യൂണിറ്റ് ദ ഫിനാലെ. നെക്സ്റ്റ് ബ്ലോക്ക് 6 ജോസഫ് കൊൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. 5 യൂണിറ്റുകളാണ് ഉണ്ടാവുക ടോട്ടൽ. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഹിസ്റ്റോറിയൻ ഹിസ്റ്ററി, then unit 2 literary analysis 1, unit 3 literary analysis 2, and unit 4 race, empire, gender in Heart of Darkness, then unit 5 the lengthening shadow, then block 7 James Joyce A Portrait of the Artist as a Young Man. 5 units ആണ് ടോട്ടൽ ഉണ്ടാവുക. ഫസ്റ്റ് യൂണിറ്റിൽ കോണ്ടെക്സ്റ്റ്, then second യൂണിറ്റിൽ journal, overall structure and point of view, then third യൂണിറ്റിൽ Stephen's growth and then fourth unit technique, then writing technique under this, then the fifth unit critical perspectives, the brief selected overview. The next block 8 Edward Morgan Forster A Passage to India. ഇതിനകത്തും നമുക്ക് 6 യൂണിറ്റുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് പാസേജ് ടു ഇന്ത്യ എന്നുള്ള വർക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ, ആൻഡ് യൂണിറ്റ് 2 റെപ്രസെന്റേഷൻസ് ഓഫ് ഇന്ത്യ, അപ്രോച്ച് ടു ദ നോവൽ, ദെൻ യൂണിറ്റ് 3 ഹിസ്റ്ററി ആൻഡ് എ പാസേജ് ടു ഇന്ത്യ. Fourth unit വരുന്നത് race, class and gender in a passage to India.
Then 5th unit, representations of India, religions in the novel. Then unit 6 passages from India. Then block 9 വരുന്നത് മൊറിയൽ സ്പ്രാക്കിന്റെ The Prime of Miss Jean Brodie. 5 യൂണിറ്റുകളാണ് ടോട്ടലി ബ്ലോക്കിലുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് The English Novel, Modernism and After. Then second unit വരുന്നത് Muriel Sprague, Her Life, Her Works and the Text. Then third unit analysis, the text one. Fourth unit analysis of the text. Then fifth unit the English novel 1960s and after, or a historical background. That's all about MEG 3. And next നമ്മുടെ elective paper MEG 05 literary criticism and theory. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ 8 ബ്ലോക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് an introduction, and block 2 വരുന്നത് classical criticism, and block 3 romantic criticism, block 4 new criticism, block 5 Marxist view of literature, and block 6 feminist theories, then block 7 deconstruction, then block 8 contemporary literary theory. ഇത്രയും ബ്ലോക്സ് ആണ്. ഇത് ഫുള്ളി തിയറി ബേസ്ഡ് പേപ്പർ ആണ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി പറയുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാണ്ട് പഠിക്കാനുള്ളതായിരിക്കും. ലൈക്ക് തിയറി ആവുമ്പം അറിയാലോ തിയറി ബേസ്ഡ് സ്റ്റഡി എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമ്മൾ വർക്ക്സ് പഠിക്കുന്നത് പോലെ ആയിരിക്കില്ല ഈ ഒരു സബ്ജക്റ്റിന്റെ കേട്ടോ. സോ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ. ടോട്ടൽ 6 യൂണിറ്റുകളാണ് ഉള്ളത്. യൂണിറ്റ് 1 വരുന്നത് ലിറ്ററേച്ചർ ക്രിറ്റിസിസം ആൻഡ് തിയറി. സെക്കൻഡ് യൂണിറ്റ് ഓവർവ്യൂ ഓഫ് വെസ്റ്റേൺ ക്രിട്ടിക്കൽ തോട്ട്. Third unit 20th century developments. Fourth unit the function of criticism. Fifth unit Indian aesthetics. Then sixth unit resistance to theory, how to read a reader. Then block 2 classical criticism. 6 യൂണിറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് features of classical criticism. Then second unit Plato on imitation and art. Then third unit Aristotle's theory of imitation. Then fourth unit Aristotle's theory of tragedy 1. Then fifth unit Aristotle's theory of tragedy 2. Sixth unit criticism as dialogue. Then third block romantic criticism. 4 യൂണിറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് romanticism. Then second unit Wordsworth, preface to the lyrical ballads. Then third unit Coleridge, Biographia Literaria. Then unit 4 P.B. Shelley, Defense of Poetry. Then block 4 വരുന്നത് new criticism. ടോട്ടൽ 6 യൂണിറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് I.A. Richards. I.A. Richardsന്റെ ഒരുപാട് തിയറീസ് ഉണ്ട്. Then സെക്കൻഡ് യൂണിറ്റ് വരുന്നത് T.S. Eliot. Then യൂണിറ്റ് 3 F.R. Lewis. F.R. Lewisന്റെതും ഒരുപാട് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. Then ഫോർത്ത് യൂണിറ്റിൽ വരുന്നത് ജോൺ ക്രോഫ് റാൻസം ആൻഡ് ഫ്ലൻസ് ബ്രോക്സ്. Then ഫിഫ്ത്ത് യൂണിറ്റ് W.K. Wimsatt. Sixth unit conclusion. Then block 5 Marxist view of literature. 6 യൂണിറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ, മാർക്സിസ്റ്റ് തിയറി ആണ് പഠിക്കാനുള്ളത്. Then second unit society and history, Marxist view. Then unit 3 representing and critique society, superstructures. Then fourth unit commitment in literature. Then fifth unit and autonomy in literature, and sixth unit literature and ideology. Then sixth block feminist theories, feminism related theories. ഫെമിനിസത്തിന്റെ എല്ലാ തിയറീസും പഠിക്കാനല്ല, പക്ഷെ ഓൾമോസ്റ്റ് ഇതിൽ ടോട്ടൽ 6 യൂണിറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം. Then second unit Mary Wollstonecraft, vindication of the rights of women. Then third unit Virginia Woolf, A Room of One's Own. Fourth unit Simon de Beauvoir, The Second Sex. Then fifth unit Elaine Showalter, Feminist Criticism in the Wilderness. Then sixth unit Feminist Concerns in India Today. Then seventh block deconstruction. 6 യൂണിറ്റുകളാണ് ഉള്ളത്. ഡീകൺസ്ട്രക്ഷൻ തിയറി ആൻഡ് ന്യൂ ക്രിറ്റിസിസം ആണ് റിലേറ്റഡ് സംഭവങ്ങളാണ് പഠിക്കാനുണ്ടാവും തിയറീസ് കേട്ടോ. യെസ്, ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് റൂട്ട്സ്, ന്യൂ ക്രിറ്റിസിസം ആൻഡ് സ്ട്രക്ചറലിസം. Then second unit beginning deconstruction. Third unit implications. Fourth unit deconstructing poetry. Fifth unit deconstructing drama. Then sixth unit reassessing deconstruction. Next block 8 contemporary literary theory. 6 യൂണിറ്റുകളാണ് ടോട്ടൽ വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് സം ബേസിക് ഇഷ്യൂ. സെക്കൻഡ് യൂണിറ്റിൽ പോസ്റ്റ് മോഡേണിസം, ദ ബേസിക്സ്, പോസ്റ്റ് മോഡേണിസ്റ്റ് വർക്ക്സും കാര്യങ്ങളും ഓതേഴ്സും ആയിരിക്കും ഇതിനകത്ത് പറയാ.
Then third unit psychoanalysis, Freud and Lacan. Then fourth unit postcolonial theory, Sage, Spivak and Baba. Then Baba എന്ന് പറയുന്നത് ഹോമി കെ ബാബനെയാണ്, സ്പൈവക് ഗായത്രി സ്പൈവക് ആണ് കേട്ടോ. Then unit 5 beginnings of cultural studies and new criticism, historicism. Then unit 6 literary criticism and theory, summing up. So yeah, that's it about നമ്മുടെ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് ആൻഡ് കണ്ടന്റ്സ്. ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്യാനുള്ള പോർഷൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ആസ്ക് മീ റൈറ്റ് നൗ. സോ ഓൾമോസ്റ്റ് എല്ലാത്തിലും നമുക്ക് ഒരുപാട് വർക്ക്സ് ആണ് പഠിക്കാനുള്ളത്. ആൻഡ് ലിറ്റററി ക്രിറ്റിസിസത്തിലാണ് കുറച്ചധികം തിയറീസ് നമ്മൾ പഠിക്കേണ്ടി വരിക. സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെ നമുക്ക് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജിലായിരിക്കും കുറച്ചധികം തിയറീസ് പഠിക്കാനുണ്ടാവും. ബാക്കിയെല്ലാം തന്നെ വർക്ക്സ് ആയിരിക്കും മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോ ആർക്കും ഡൗട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്? ക്രിറ്റിസിസത്തിന്റെ തിയറി പേപ്പർ ഉണ്ടല്ലോ, ആ അതില് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് അപ്രോച്ച് എങ്ങനെയായിരിക്കും വേണ്ടി? തിയറി നിങ്ങളോട് അങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വരും നമുക്ക്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ലാസ്റ്റ് ബ്ലോക്കുകളിലായിട്ട് കുറച്ച് വർക്കുകളൊക്കെ പറയുന്നുണ്ടല്ലോ, വിർജീനിയ വൂൾഫിന്റെ ഒക്കെ വർക്കുകൾ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ്, അതായത് ആ ഒരു വർക്കിൽ എങ്ങനെയാണ് ഈ തിയറി നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഡീകൺസ്ട്രക്ഷൻ ഓഫ് പോയട്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയട്രി എക്സാമ്പിൾസ് തന്നിട്ടാണ് ഡീകൺസ്ട്രക്ഷൻ തിയറി പഠിപ്പിക്കുന്നത്. സോ അങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഫെമിനിസം തിയറി ആണെന്നുണ്ടെങ്കിൽ ഫെമിനിസ്റ്റ് റീഡിങ്സും അതേപോലെ തന്നെ ഫെമിനിസ്റ്റ് റൈറ്റിംഗ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ എങ്ങനെയാണ് നമുക്ക് ഫെമിനിസ്റ്റ് തിയറി സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. So that's how the question comes. And anything else? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്? ക്രെഡിറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞിരുന്നു. അത് ക്രെഡിറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ഈ ഇവാലുവേഷൻ പാർട്ടിലാണ് പറയാ. കാവ്യ മാം ആണ് ആക്ച്വലി പറയാ ട്ടോ. Okay then, yes. അപ്പൊ ഇവാലുവേഷൻ, അസൈൻമെന്റ്സ് ആൻഡ് മാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഫീ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാവ്യ മാം ആണ് കോഴ്സ് കംപ്ലീഷൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. സോ കാവ്യ മാം, ഓവർ ടു യു മാം. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, സിലബസ് ഒന്നും കൂടെ ഒന്ന് ലേൺ വൈസ് ആപ്പ് തുറന്നിട്ട് ഇപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്ന കുറച്ച് സിലബസും ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ അത് വെച്ചിട്ട് ഒന്നും കൂടെ നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, all right, so we'll start with evaluation. എന്തൊക്കെയാണ് ഇവാലുവേഷനിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് പെർസെൻറ്റേജും ഗ്രേഡ് പോയിന്റ്സും വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയാ മാർക്കിംഗ് സിസ്റ്റം വരുന്നത്. സോ ബിലോ 40 ആണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ഗ്രേഡ് 1 കിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് അൺസക്സസ്ഫുൾ എന്ന് വെച്ചാൽ ഫെയിൽ ആയി എന്നാണ് അർത്ഥം. ഓക്കെ, ആൻഡ് അബവ് 40 വന്നാലേ നിങ്ങൾ പാസ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാം 100 മാർക്സ് ഔട്ട് ഓഫ് 100 മാർക്സിനാണ് നിങ്ങൾ എഴുതുന്നത് വെച്ചാൽ 40 മാർക്സ് മിനിമം ആണ് പാസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതും ഈ 40 മാർക്ക് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരേണ്ടതാണ്. ആൻഡ് നെക്സ്റ്റ് ആണ് 50 to 59.9 ആണെങ്കിൽ സി ഗ്രേഡ്, ദാറ്റ് ഈസ് ഗുഡ്, സെക്കൻഡ് ക്ലാസ് പാസ് എന്ന് പറയാം. പിന്നെ 60 അബവ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പാസ് ആണ്. ആൻഡ് പിന്നെ എക്സലന്റ് എ ഗ്രേഡ് വരുന്നത് 80 ആൻഡ് അബവ് മാർക്കിനാണ് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് മാർക്കിംഗ് സിസ്റ്റം വരുന്നത്. പിന്നെ അസൈൻമെന്റിനെ കുറിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് ദ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ് ഇസ് കമ്പൽസറി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഓൺബോർഡിന്റെ ടൈം നമ്മൾ പറയാറുണ്ട്, അസൈൻമെന്റ്സ് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഔട്ട് ഓഫ് 4 പേപ്പേഴ്സ് നിങ്ങൾ 2 or 3 പേപ്പേഴ്സ് മാത്രമേ അസൈൻമെന്റ് വെച്ചുള്ളൂ എന്ന് വെച്ചാൽ
ആ അസൈൻമെന്റ് ആ പേപ്പേഴ്സ് മാത്രമേ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മേക്ക് ഷുവർ ദാറ്റ് 4 പേപ്പേഴ്സും നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് സെപ്റ്റംബർ 31st ആണ് നിങ്ങൾക്ക് വരുന്ന ഡേറ്റ് ഡിസംബർ എക്സാമിലേക്ക്. അപ്പോൾ ബൈ സെപ്റ്റംബർ 31st നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റഡി സെന്ററിൽ കൊടുക്കേണ്ടതാണ്. ഓക്കെ. And you will not be allowed to appear for the term end exam for a course if you do not submit the assignment in time for that course. അപ്പോൾ കറക്റ്റ് സെപ്റ്റംബർ 31st എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നേ കൊടുക്കാം നിങ്ങൾക്ക്. അതിന്റെ മുന്നേ ഡെഫിനറ്റ്ലി എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. ബട്ട് സെപ്റ്റംബർ 31st ശേഷം അവർ വാങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ബിഫോർ അല്ലെങ്കിൽ ഓൺ 31st നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുക. ആൻഡ് എല്ലാ സബ്ജക്റ്റും ഉണ്ട് എന്നുള്ള 4 പേപ്പേഴ്സും കൊടുക്കുന്നുണ്ട്, സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ensure that. Okay. And assignment of a course carry 30% weightage while 70% weightage is given to term and examination. ഇപ്പൊ നിങ്ങൾക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ ആയി ടോട്ടൽ 100 മാർക്കിന്റെ പേപ്പർ ആണ്. നിങ്ങൾ അതിൽ 40 മാർക്സ് വാങ്ങിച്ചു, പാസ്സായി. ഇനി ഈ 40 മാർക്സിലേക്ക് 30% അസൈൻമെന്റിന്റെ കൂടെ ആഡ് ആയിട്ടാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരിക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് കിട്ടുന്നത്, ഇപ്പം ഔട്ട് ഓഫ് 100 നിങ്ങൾക്ക് എന്താ പറയാ 50 മാർക്സ് ആണ് വരുന്നതെന്ന് വെച്ചാൽ അത് പ്ലസ് 30% ആണ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്ക് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് ആയി വരും കേട്ടോ. ഇനി ഫീസ് സ്ട്രക്ചർ പറയുമ്പം MA ഇംഗ്ലീഷ് സ്പെഷ്യലൈസ് പ്രോഗ്രാം ആണ്, എല്ലാവർക്കും അറിയാം. 16,000 ആണ് നിങ്ങൾക്ക് ടോട്ടൽ ഫീസ് വരുന്നത്. ഇനി ഫസ്റ്റ് ഇയറിലേക്ക് 8,000 റുപ്പീസും സെക്കൻഡ് ഇയറിലേക്ക് 8,000 റുപ്പീസും ആയിട്ടാണ് ടോട്ടൽ 16,000 റുപ്പീസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇനി ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബറിലാണ് നിങ്ങൾക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ വരുന്നത്. ആൻഡ് ഇതിന്റെ മേജർ കോമ്പണന്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ സിസ്റ്റമിന്റെ 70% വെയിറ്റേജ് എടുക്കുന്നത്, ഈ ഫൈനൽ റിസൾട്ടിലേക്ക് 70% വെയിറ്റേജ് എടുക്കുന്നത് നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ മാർക്കാണ്. അപ്പൊ അതിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പെർസെന്റേജ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ. And in case the student fails to get a pass score of 40% mark in the term and examination, he or she will be eligible to reappear at the next term and examination for that course when it is held within the total span of the program. About 2 years നിങ്ങൾ ഏതെങ്കിലും പേപ്പറിൽ ബാക്ക്ലോഗ്സ് ഫെയിൽ ആയിരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അടുത്ത സെഷനിൽ റീഅപ്പിയർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഡിസംബറിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ട് ഫെയിൽ ആയിരുന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് ജൂണിൽ എക്സാം നെക്സ്റ്റ് എക്സാം സൈക്കിൾ വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾറൈറ്റ്, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇനി ക്രെഡിറ്റ് സിസ്റ്റം. ക്രെഡിറ്റ് സിസ്റ്റമിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് വരുന്നത്. അപ്പൊ ക്രെഡിറ്റ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റീസും ബേസിക്കലി ക്രെഡിറ്റ് സിസ്റ്റം ആണ് നോക്കാറ്. അപ്പൊ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈച്ച് ഇയർ കൺസ്റ്റിറ്റ്യൂട്ട് 32 ക്രെഡിറ്റ്സ് ഉണ്ട് ഫോർ 64 ക്രെഡിറ്റ്സ് ഇൻ MA ഇംഗ്ലീഷ് പ്രോഗ്രാം. 64 ടോട്ടൽ ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ടോട്ടൽ അവേഴ്സും ക്രെഡിറ്റ് സിസ്റ്റമും ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഇപ്പൊ 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ 30 മണിക്കൂർ പഠിക്കുന്ന ആ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് 1 ക്രെഡിറ്റ് വരിക. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ പഠിക്കാനുള്ള കോഴ്സ് വരുന്നത് 240 അവേഴ്സ് പഠിക്കാനും ടോട്ടൽ 8 ക്രെഡിറ്റ്സ് കോഴ്സും വരുന്നതായിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 64 ക്രെഡിറ്റ്സ് ടോട്ടൽ സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ സ്റ്റഡി എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് കോഴ്സ് പഠിച്ചു തീർക്കാൻ നിങ്ങൾ ടോട്ടൽ പഠിക്കേണ്ട സമയമാണ് 240 അവേഴ്സ് എടുക്കും MA ഇംഗ്ലീഷ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിന്റെ ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 64 ക്രെഡിറ്റ്സ് ആണ്. ഈ ഔട്ട് ഓഫ് 64 ക്രെഡിറ്റ്സിൽ ഇത്ര ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അസൈൻമെന്റിനും എക്സാമിന്റെയും ബേസിലാണ് നിങ്ങളുടെ ക്രെഡിറ്റ് മാർക്സ് വരിക. ഓക്കെ ഓക്കെ, ഇനി സ്റ്റഡി സെന്റേഴ്സ് എന്താണ്, റീജിയണൽ സെന്റേഴ്സ് എന്താണ് എന്നൊക്കെ കുറെ പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കുറെ ഒക്കെ നമ്മളുടെ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അതിനടുത്തായിട്ട് നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളോട് പറയും എവിടെയാണ് നിങ്ങൾ സ്റ്റഡി സെന്റർ കൊടുക്കേണ്ടത്, നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നിയർ ബൈ ആയിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. ആൻഡ് അവിടെ ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ടാവും. സ്റ്റഡി സെന്ററിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ
എന്താ പറയാ, നിങ്ങളുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയിട്ട് അഡ്മിഷൻ ഒക്കെ ക്ലോസ് ആയി കഴിഞ്ഞാൽ സ്റ്റഡി സെന്റേഴ്സും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു ഫേസ് ടു ഫേസ് കൗൺസിലിംഗ് സെഷൻ നടത്തും സ്റ്റഡി സെന്ററിൽ വെച്ചിട്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് അവിടെ നിന്നാണ് നിങ്ങളുടെ അസൈൻമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പൊ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യം മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കാം. ടൈമിന്റെ കറക്റ്റ് ടൈമിൽ തന്നെ കൊണ്ടുപോയി വെക്കണം എന്നുള്ള കാര്യം ചെയ്യാം. പിന്നെ ഇൻ കേസ് നിങ്ങൾ എഴുതിയ അസൈൻമെന്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അവർ റിജക്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചാൻസ് ഇല്ല, നമ്മൾ ഡബിൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സ് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പറഞ്ഞയക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇൻ സം കേസ് നിങ്ങളുടെ അസൈൻമെന്റ് റിജക്ട് ആവുകയാണെങ്കിൽ എന്താ പറയാ, അവര് നിങ്ങൾക്ക് ഒരു ടൈം തരും, സ്പെസിഫിക് ടൈം. അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ അത് കൊണ്ടുപോയിട്ട് റീസബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അവർ തന്നെയാണ് ഇവാലുവേഷൻ ചെയ്യുക. നിങ്ങളുടെ അസൈൻമെന്റ്സിന്റെയും മാർക്സും കാര്യങ്ങളും ഒക്കെ അവർ തന്നെയാണ് ഇടുക. സ്റ്റഡി സെന്ററിൽ നിന്നാണ് അലോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ റിസൾട്ടും നിങ്ങൾ മറക്കാണ്ട് ചെക്ക് ചെയ്യണം. ആൻഡ് ലൈബ്രറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാം ഓൺലൈൻ അവൈലബിലിറ്റി ഉണ്ട്. ബട്ട് സ്റ്റിൽ സ്റ്റഡി സെന്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാനുള്ള റെഫറൻസ് ബുക്സും കാര്യമൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓഡിയോ ആൻഡ് വീഡിയോ ടേപ്സ് വിൽ ബി ഓൾസോ അവൈലബിൾ ഇൻ ദ സ്റ്റഡി ലൈബ്രറി. ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, അവിടുന്ന് തരാനുള്ള ഇൻഫർമേഷൻസ്, ഗൈഡ് ലൈൻസ്, അസൈൻമെന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, എക്സാംസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം അവർ ഇൻഫോം ചെയ്യും. എന്താണ് കറക്റ്റ് വേ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള അഡ്വൈസസും അവർ തരുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം ചെയ്യുന്ന നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള വേറെ ആൾക്കാരെ പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിരിക്കും. ഓൾ റൈറ്റ്. ഓക്കെ. സോ വിൽ മൂവ് ഓൺ ടു യുവർ സ്റ്റഡി പ്ലാൻ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ 2 year കോഴ്സ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 4 years നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീഷന് വേണ്ടി കിട്ടുമെങ്കിലും നിങ്ങൾ എന്താണ് 2 years മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും ദാറ്റ് മച്ച് ഓഫ് ആൻ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സാംസ് സ്കിപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എക്സാംസും അസൈൻമെന്റും ഒക്കെ കറക്റ്റ് ടൈമിൽ എഴുതി തീർക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ആൻഡ് അസൈൻമെന്റ് സബ്മിഷൻ ബിഫോർ ടേം എക്സാമിനേഷന് മുന്നേ നിങ്ങൾ അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യണം. ആൻഡ് സ്റ്റഡി ഓൺലി ദി സെലക്ടഡ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇലക്ടീവ്സ് ഉണ്ട്. മിഷേൽ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ലേൺ വൈസിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് എല്ലാവർക്കും സെയിം ഇലക്ടീവ്സ് ആണ് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ സ്റ്റഡി ലൈക് സെലക്ടഡ് കോഴ്സ് നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. വേറെ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കുറെ ഇലക്ടീവ്സ് ആയിട്ട് കാണിക്കും. അപ്പൊ അതൊന്നും വാരിക്കോരി എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിൽ വരുന്ന സമയത്ത് അതിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണോ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന ആ സബ്ജക്റ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. ഓക്കെ. പിന്നെ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൺഫർമേഷൻ മെയിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൺഫർമേഷൻ മെയിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് കൂടെ ഉണ്ട്. അപ്പം അത് നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ആയിട്ട് സംസാരിച്ചിട്ട് ഈ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ട്, നിങ്ങളെ എന്താ പറയാ, ഇപ്പൊ അഡ്മിഷൻ കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് എന്താ പറയാ ഒരു 2 weeksന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിൽ വരേണ്ടതാണ്. ഓൾമോസ്റ്റ് എടുക്കുകയാണെങ്കിൽ 1 month എടുക്കുള്ളൂ. അതിൽ കൂടുതൽ അത് എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ വിത്തിൻ 2 to 3 weeks നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിൽ വരേണ്ടതാണ്. അത് രജിസ്ട്രേഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ആയിട്ട്. ഓക്കെ. അത് വിട്ടുപോയരുത്. നിങ്ങളോട് ഉത്തരവാദിത്തമാണ്. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്താണല്ലോ അവർ ചെയ്തോളൂല എന്ന് വിചാരിച്ചിട്ട് ഇതാക്കണ്ട. ബട്ട് എപ്പോഴും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നത്, എൻഷുർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ഓക്കെ. ഓൾ റൈറ്റ്. അപ്പൊ ഇവാലുവേഷനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? എല്ലാവർക്കും ടോട്ടൽ ക്രെഡിറ്റ്സിന്റെ കാര്യം പറഞ്ഞില്ലേ? അതെ അതെ. അതിൽ ഔട്ട് ഓഫ് എത്ര ടോട്ടൽ പറഞ്ഞേ? 64. 64 എത്ര ക്രെഡിറ്റ്സ് മിനിമം ഉണ്ടായിരിക്കണം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല. ആക്ച്വലി ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സബ്ജക്റ്റിന്റെ വെയിറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഐ മീൻ ആ ഒരു സിസ്റ്റം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതാണ്. നമ്മള് 6 credit അല്ലെങ്കിൽ 8 credit കോഴ്സ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പേഴ്സിനെയാണ് നമ്മൾ 8 credit ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അത്രയും കൂടുതൽ ഹവേഴ്സ് നമ്മൾ ആ ഒരു പേപ്പറിന്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കൊടുക്കണം. അതാണ് ഈ ഒരു ക്രെഡിറ്റ് സിസ്റ്റം പറയുന്നത് കേട്ടോ.
ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്രെഡിറ്റ്സ് കിട്ടുന്നതാണ്. ആ ഓക്കെ. അല്ല അത് മാർക്കിന്റെ വെയിറ്റേജ് ആയിട്ട് എന്തെങ്കിലും ഇന്റർ റിലേറ്റഡ് ആണോ? ഇല്ല മാർക്കിലേക്ക് അങ്ങനെ ആഡ് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് അല്ല ഇത് ആക്ച്വലി. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള മെയിൽ എന്ന് പറഞ്ഞാൽ മെയിൽ ചെക്ക് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അതെ അതെ, മെയിൽ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫ്യൂ ഡേയ്സിന്റെ ഉള്ളിലായിട്ട് നമുക്ക് നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, എൻറോൾമെന്റ് നമ്പർ ഒക്കെ ഒരു മെയിലിൽ വരും. ഈ യൂസർ നെയിമും പാസ്വേഡും എൻറോൾമെന്റ് നമ്പറും നേരത്തെ കാവ്യ മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വിത്തിൻ ഫ്യൂ മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ID കാർഡിന്റെ ലിങ്കും ഷെയർ ചെയ്ത്, ഐ മീൻ മെയിൽ തന്നെ വരും. ഡൗൺലോഡ് യുവർ ID കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് സഹിതം ഒരു മെയിൽ വരും. ആ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ID കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ID കാർഡിന്റെ ലിങ്ക് മെയിൽ വരുന്നത് വരേക്കും നമ്മൾ മെയിൽ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഓക്കെ ഫൈൻ. സോ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്താന്ന് വെച്ചാല് നമ്മള് ഈ MA ഇംഗ്ലീഷ് ബാച്ചിന്റെ ക്ലാസ് ടീച്ചർ ആണെന്നുള്ളത് ഒന്ന് ഇമാജിൻ ചെയ്യുക. ആൻഡ് യു ഹാവ് ടു പ്രിപ്പയർ എ ഗുഡ് പ്ലാൻ. ഒരു ടൈം ടേബിൾ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് വെച്ചിട്ട് നമ്മൾ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ്, നിങ്ങൾ ക്ലാസ് ടീച്ചർ ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്റ്റുഡൻസിന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈം ടേബിൾ, അവരുടെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന, സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈം ടേബിൾ. അപ്പൊ അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് എല്ലാം തന്നെ മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും എത്ര ടൈം ആണ് അലോട്ട് ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നോ മോർ ഇഷ്യൂസ് ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ടൈം ടേബിൾ, ഒരു കറക്റ്റ് ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ മെന്റേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതില് ടോട്ടൽ എത്ര ടൈമാണെന്ന് അങ്ങനെ ഡിവിഷൻ ഓഫ് ടൈം അതെ, ഒരു സബ്ജക്റ്റിന് നമ്മൾ ഒരു ദിവസം എത്ര സമയം കൊടുക്കും എന്നുള്ളത് ആ ഒരു ടൈം ടേബിളിൽ ഉണ്ടായിരിക്കണം. ഡിപ്പെൻസ് ഓൺ പേഴ്സൺ അല്ലേ, എല്ലാവർക്കും ഒരേ ടൈം ഷെയർ ചെയ്യാൻ പറ്റുന്ന? അതെ, ഡിപ്പെൻസ് ഓൺ പേഴ്സൺ. പക്ഷെ നമുക്ക് ഇപ്പൊ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ജനറൽ ആയിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒന്ന് മാനേജ് ചെയ്ത് കൊടുക്കണമല്ലോ. ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ചിന് നമ്മൾ ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് ഒരു മാസ്റ്റർ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തരും. സോ ഇത്രയും സ്റ്റുഡൻസിനെ നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യും. സോ അങ്ങനെ ഒരു ടൈം ടേബിൾ, അതായത് നിങ്ങളുടെ ഒരു കൺവീനിയൻസ് ആലോചിച്ചിട്ട്, ഇപ്പം നമുക്ക് ഒരുപാട് ചുറ്റുപാടുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ബാക്കിയുള്ളവർക്കും അങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്ന് ജനറലൈസ് ചെയ്തിട്ട് ഒന്ന് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെ? ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലല്ല, ഇത് ജസ്റ്റ് നിങ്ങൾ സബ്ജക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ പരിചയപ്പെട്ടു, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എല്ലാം മനസ്സിലായി എന്നുള്ളത് ഒരു എവിഡൻസ് മാത്രമാണ് ഈ ആക്ഷൻ ടാസ്ക്. ടൈം ടേബിൾ നിങ്ങൾക്ക് വേറെ സെറ്റ് ചെയ്ത് തരും, ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യണമെന്നില്ല. അത് ജസ്റ്റ് ടാസ്ക് ആയിട്ട് ചെയ്താൽ മതി അല്ലേ? യെസ്, ടാസ്ക് ആയിട്ട് ചെയ്താൽ മതി. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇനി അങ്ങോട്ട് നമുക്ക് സെഷൻസ് ഉണ്ട്. ടോട്ടൽ നമുക്ക് 8 സെഷൻസ് ആണ് ഉണ്ടാവുക. ഇപ്പൊ അതിൽ 3 സെഷൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് 5 സെഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഓരോ സെഷൻസും ഓരോ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന സെഷൻസ് ആയിരിക്കും. സോ എല്ലാ സെഷനും മിസ് ആവാണ്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ.